നാരായണ 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 രാമ 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 ശ്രീരാഘവം ദശരഥാത്മജം അപ്രമേയം സീതാപതിം രഘുകുലാന്വയരത്നദീപം ആജാനുബാഹും അരവിന്ദദളായതാക്ഷം രാമം നിശാചരവിനാശകരം നമാമി. ശ്രീരാമചന്ദ്ര മനുജോത്തമ വിഷ്ണുമൂർത്തേ സീതാഭിരാമ സുരവന്ദിത ചാരുകീർത്തേ സൗമിത്രി സേവിത ശുഭാംഗകുശാഗ്രബുദ്ധേ ധർമ്മിഷ്ഠ കോസലപതേ തവ സുപ്രഭാതം. കല്യാണ രാമ കരുണാകര കാമധേനോ ലോകാഭിരാമ ജനമോഹന രാജസൂനോ ആത്മാഭിരാമ രഘുപുംഗവ വീരബാഹോ ധർമ്മിഷ്ഠ കോസലപദേ തവ സുപ്രഭാതം. ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. യത്ര യത്ര രഘുനാഥ കീർത്തനം തത്ര തത്ര കൃതമസ്തകാഞ്ജലിം ബാഷ്പവാരി പരിപൂർണലോചനം മാരുതിം നമത രാക്ഷസാന്തകം. രാമ 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 രാമ
രാമ രാമ. ധന്യാത്മാക്കളെ, സുഹൃതികളെ, എല്ലാവർക്കും സാദര നമസ്കാരം. രാമായണ അമൃതത്തിലേക്ക് ഏവർക്കും സ്വാഗതം. രാമായണാമൃതത്തിൽ ഇന്ന് 19ാം സുദിനത്തിലേക്ക് നമ്മൾ കടന്നിരിക്കുകയാണ്. ശബരിയുടെ വിശേഷപ്പെട്ട ചരിത്രത്തോടുകൂടി ആരണ്യകാണ്ഡം സമർപ്പിച്ചു. ആരണ്യകാണ്ഡം സമർപ്പിക്കുന്ന സമയത്ത് ശബരിയുടെ ചരിത്രം, ശബരി പീഠത്തിലെ ചരിത്രം, ഭക്തിയോടുകൂടി ജഗദീശ്വരനെ ആശ്രയിക്കാൻ നമ്മളെ ബോധ്യപ്പെടുത്തുന്ന ചരിത്രം കൂടിയാണ് ശബരിയുടെ ചരിത്രം. ഭഗവൽ മോക്ഷത്തിന് കാരണം ഭക്തി തന്നെ, ഭാഗവതാഢ്യേ ഭഗവൽ പ്രിയേ മുനിപ്രിയേ എന്ന് പറഞ്ഞുകൊണ്ട് ശ്രീരാമചന്ദ്രസ്വാമിയുടെ അനുഗ്രഹം ഏറ്റുവാങ്ങുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടുന്ന കാര്യം, ആളുകൾക്ക് പല പല അഭിപ്രായങ്ങളുണ്ടാകും. ഭക്തിക്ക് മുന്നിൽ ജാതി, മതം, വേഷം, സൗന്ദര്യം, സമ്പത്ത്, സ്ത്രീ, പുരുഷൻ, അങ്ങനെയുള്ള കുല, ജാതി, കുല, വിദ്യ, രൂപ, ഇങ്ങനെയുള്ള വ്യത്യാസങ്ങളൊന്നും ഭക്തിക്ക് മുന്നിലില്ല. ഭക്തി കൊണ്ടാണ് ഭഗവാൻ സന്തോഷിക്കുക. ആ ഭക്തി ആർക്കുണ്ടോ? ഒരു കാട്ടാള സ്ത്രീക്ക് ഭക്തി ഉണ്ടാവുമ്പോൾ അനുഗ്രഹിച്ചു, ഒരു കാട്ടാളിന് ഭക്തി ഉണ്ടാവുമ്പോൾ അനുഗ്രഹിച്ചു, ഒരു തോണിക്കാരന് ഭക്തി ഉണ്ടാവുമ്പോഴേക്ക് അനുഗ്രഹിച്ചു. അപ്പോൾ ഭഗവാന്റെ അനുഗ്രഹത്തിന് പാത്രീഭൂതരാക്കുന്നത് ഭഗവൽ ഭക്തി ഒന്നുകൊണ്ട് മാത്രമാണ്. ആ ഭഗവൽ ഭക്തി മാത്രമാണ് ഭഗവാന്റെ അനുഗ്രഹത്തിന് നമ്മളെയൊക്കെ പാത്രീഭൂതരാക്കുന്നത്. മറ്റെന്തൊക്കെ ഗുണങ്ങൾ ഉണ്ടായാലും ഭക്തി എന്നുള്ള ഒന്നില്ലെങ്കിൽ പൂജ്യങ്ങൾ മാത്രം, അതായത് ഒന്നില്ലാതെ കുറെ പൂജ്യം ഇട്ട് കഴിഞ്ഞാൽ അതിന് വിലയുണ്ടാവുമോ? അതുപോലെ മാത്രമാണ് നമ്മുടെ കേമത്വങ്ങളും പ്രഭാവങ്ങളും എന്ന് നമ്മൾ തിരിച്ചറിയണം. ഭക്തിയോടുകൂടി ഭഗവാനെ ആശ്രയിക്കണം എന്ന് നമ്മളെയൊക്കെ പഠിപ്പിക്കുകയാണ്. ആ ഭക്തിയിലേക്ക് നമ്മളെ എത്തിക്കുന്നതാണ് വിളക്ക് കൊളുത്തലും നാമജപവും പ്രാർത്ഥനകളും കീർത്തനങ്ങളും ക്ഷേത്ര ദർശനങ്ങളും പുരാണ പാരായണങ്ങളും നാമജപവും ഒക്കെ തന്നെ. അതിനാണ് 9 മാർഗങ്ങൾ പറഞ്ഞു തന്നു, 9 പടികൾ പറഞ്ഞു തന്നു. ആ 9 പടികളാണ് ശ്രവണം. ഏറ്റവും പ്രധാനപ്പെട്ടതാണ് കേൾക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ശ്രദ്ധിച്ച് കേൾക്കുക എല്ലാവരും. ഈ രാമായണ മാസത്തില് രാമായണം 24,000 ശ്ലോകങ്ങളുള്ള വാൽമീകി രാമായണമോ, 4000-ൽ ഇത്തിരി അധികമുള്ള അധ്യാത്മരാമായണം, വ്യാസന്റെ രാമായണമോ, എഴുത്തച്ഛൻ എഴുതിയ രാമായണമോ സമ്പൂർണമായിട്ട് പാരായണം ചെയ്യുവാനോ, അത് വളരെ വിസ്തരിച്ച് തത്വത്തോടുകൂടി ഇവിടെ വിശകലനം നടത്തുവാനോ ഉള്ള ശ്രമമല്ല നടത്തുന്നത്. ഭക്തിയോടുകൂടി രാമായണത്തെ ഈ കർക്കടക മാസത്തിൽ ഒന്ന് സമീപിക്കുക, അത് അയവിറക്കുക. ഓരോരുത്തരുടെയും മനസ്സിലുണ്ട് കഥാപാത്രങ്ങൾ, ഓരോരുത്തരുടെയും മനസ്സിലുണ്ട് രാമന്റെ ചരിത്രം. ഇല്ലാത്തവർക്ക് ഒരാഭിമുഖ്യം ഉണ്ടാക്കുവാനും ഉള്ളവർക്ക് അതിനെ ഒന്ന് അയവിറക്കുവാനും, പശുക്കള് കിട്ടുന്ന സമയത്ത് പുല്ലൊക്കെ ഒരുമിച്ച് ഉള്ളിലേക്ക് വായ്ക്കകത്തേക്ക് ആക്കിയിട്ടത് ഒതുക്കി വെക്കും. സമയം കിട്ടുമ്പോൾ അത് വീണ്ടും അങ്ങനെ ചവച്ചരച്ച് ആസ്വദിച്ചിറക്കുന്നത് പോലെ നമുക്കും ഈ ഒരു രാമായണ മാസത്തിൽ ഇത് ആസ്വദിച്ചിറക്കാം. ഇത് കഴിഞ്ഞാലും രാമായണം തുടരണം. പലരും തെറ്റിദ്ധരിച്ചതുപോലെ ഇല്ലിതിൻ ദിനമാസാദി നിയമാവലിയൊന്നുമേ എന്നുമെന്നും നരന്മാർക്ക് പൂജ്യമി ഗ്രന്ഥം എപ്പോഴും. കർക്കിടക മാസത്തില് 2-ാം ദിവസവും 3-ാം ദിവസവുമായിട്ട് പൊടി തട്ടിയെടുക്കേണ്ടതല്ല. ഭക്തിയോടുകൂടി നമുക്ക് എന്നും വായിക്കാനും കേൾക്കാനുമുള്ളതാണ്. അതിനുള്ള തെളിവുകളാണ് നമ്മൾ എപ്പോഴും പറയാറുള്ളത്. ശ്രീമദ് ഭാഗവതത്തിൽ 2 അധ്യായം നവമസ്കന്ധത്തിൽ രാമചരിത്രം, രാമായണം ചുരുക്കി പറയുകയാണ് ചെയ്തത്. നാരായണീയത്തിൽ ഇങ്ങനെ സകലത്തിലും രാമായണം ഉണ്ടെങ്കിൽ ആ രാമായണം
നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടാവണം. രാമനെ നമസ്കരിക്കാനും രാമനാമം ജപിക്കാനും രാമന്റെ പാദാംബുജത്തെ ആശ്രയിക്കാനും ഭക്തിയോടുകൂടി ജീവിതം ധന്യമാക്കാനും സാധിക്കണമെന്നുള്ള മഹത്തായ സന്ദേശമാണ് ശബരിയുടെ ചരിത്രത്തിലൂടെ ഈ ആരണ്യകാണ്ഡത്തിന്റെ ഒടുവിൽ, ഈ ആരണ്യകാണ്ഡം എന്ന് പറയുമ്പോൾ തന്നെ ഈ ആരണ്യത്തിൽ നിന്ന്, ഈ സംസാര കാട്ടിൽ നിന്ന്, സംസാര അടവിയിൽ നിന്ന് പുറത്തേക്ക് കടക്കാൻ ഏറ്റവും നല്ല മാർഗം ഭഗവത് കഥകൾ കേൾക്കുക, ഭഗവത് നാമങ്ങൾ ജപിക്കുക. അപ്പോൾ നമുക്ക് പുറത്തേക്ക് കടക്കാം. അതാണ് ആരണ്യകാണ്ഡത്തിന്റെ ഒടുവിലായിട്ട് ശബരിയുടെ ചരിത്രവും നവധാ ഭക്തിയെ കുറിച്ചും പറഞ്ഞത്. ഭക്തിയില്ലെങ്കിൽ എന്തൊക്കെ ജ്ഞാനങ്ങളും നിഷ്ഫലമാണ് എന്നുകൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നമ്മളിതാ കിഷ്കിന്ധ കാണ്ഡത്തിലേക്ക് കടക്കുന്നു. ശാരിക പൈതലേ ചാരുശീലേ വരികാരോമലേ കഥാശേഷവും ചുൽഗന്നീ. ശാരിക പൈതലിനോട് വീണ്ടും പറയുന്നു. ഈ ഒരു സന്ദർഭത്തില് ഹനുമൽ സമാഗമത്തോടു കൂടിയിട്ടാണ് കിഷ്കിന്ധാകാന്ഡം ആരംഭിക്കുന്നത്. ശബരിയെ അനുഗ്രഹിച്ച് രാമലക്ഷ്മണന്മാര് സപ്ത സാഗര തീർത്ഥം എന്ന് പറയുന്ന പമ്പാ സരിസ്ഥലത്തിൽ എത്തുന്നു. പിതൃതർപ്പണം ചെയ്ത്, ആ രാമനെന്ന് പിതൃതർപ്പണം ചെയ്തത് ലോകത്തിന് മാതൃകയാക്കിക്കൊണ്ടാണ് ഇന്നും പമ്പാ സരസില് അവിടെ വെച്ച് പിതൃതർപ്പണം ചെയ്യുന്നത്. അങ്ങനെ പിതൃതർപ്പണം ചെയ്ത് പമ്പാ തീരത്തേക്ക്, ആ ത്രിവേണി സംഗമം കഴിഞ്ഞ് പമ്പാ തീരത്തേക്ക് യാത്ര ചെയ്യുന്നു. അവിടെ ഋഷ്യമൂകാചലം അവിടത്തേക്ക് പ്രവേശിക്കുന്ന രംഗം. അവിടെ കപിശ്രേഷ്ഠനായ സുഗ്രീവൻ താമസിക്കുന്നു. സൂര്യപുത്രനാണ് സുഗ്രീവൻ, ബാലിയുടെ അനുജൻ, ദേവേന്ദ്രന്റെ പുത്രനായ ബാലിയുടെ അനുജനാണ്. കിഷ്കിന്ധയുടെ അധിപതിയായ ബാലിയുടെ അനുജനാണ് ആ സുഗ്രീവൻ. ആയുധധാരിയായ അല്ലെങ്കിൽ ആയുധധാരികളായ രാമലക്ഷ്മണന്മാർ വരുന്നത് കണ്ട് ആ സുഗ്രീവ സജീവനായ ഹനുമാൻ, വാനരൻ അങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. പല ഭാഗത്തും അവരൊക്കെ ഇങ്ങനെ എപ്പോഴും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്, ഒരുത്തനെ തന്നെ നനച്ചിരുന്നാൽ വരുന്നവരെല്ലാം അവരെന്ന് തോന്നും എന്ന് പറയുന്നത് പോലെ ആ ബാലി ഏത് സമയത്തും ഇവിടെ വരും. ബാലിയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് വേറൊരു വഴിയില്ലാതെയാണ് ഈ ഋഷ്യമൂകാചലത്തിലെത്തിയത്. കാരണം ഇവിടെ മതംഗ മഹർഷിയുടെ ആശ്രമമാണ്. ഇവിടെ ആശ്രമദൂഷ്യം വരുത്തിയതിനാൽ ബാലി ഇവിടത്തേക്ക് കയറിക്കഴിഞ്ഞാൽ തല പൊട്ടിത്തെറിക്കുന്നത് കൊണ്ട് ബാലികേറാമല എന്നുകൂടി പേരുള്ള ഋഷ്യമൂകാചലത്തിൽ വന്ന് താമസമാക്കി. വേറെ എവിടെയും രക്ഷയില്ലാഞ്ഞിട്ട് സുഗ്രീവനും സജീവന്മാരും ഒക്കെ കൂടിയിട്ട് ഇവൻ ബാലിയുടെ ചാരന്മാരാണ് ഇവർ എന്ന് തെറ്റിദ്ധരിച്ചു. അങ്ങനെ ഹനുമാൻ ആണ് അന്വേഷണത്തിനായിട്ട് നിയോഗിക്കപ്പെട്ട സജീവൻ. സുഗ്രീവ ഭൃത്യന്മാരിൽ ശ്രേഷ്ഠനാണ് എല്ലാം കൊണ്ടും. അങ്ങനെ രാമലക്ഷ്മണന്മാര് അമ്പും വില്ലും ഒക്കെ ആയിട്ട് സൗന്ദര്യോത്തരതോപി സുന്ദരന്മാരായിട്ട്, കോമള ബാലകന്മാരായിട്ട് അങ്ങനെ അന്യോന്യം അങ്ങനെ നോക്കിക്കൊണ്ട് വിഷമത്തോടെ ദുഃഖത്തോടെ സീതാ അന്വേഷണം നടത്തിക്കൊണ്ട് അങ്ങനെ കഴിഞ്ഞുകൂടുന്നു. ഈ പറയുന്ന സ്ഥലങ്ങളൊക്കെ എവിടെയാണെന്ന് മനസ്സിലാവാതെ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്ന സമയത്താണ് ഹനുമാൻ സ്വാമി വളരെ അകലത്തിൽ വെച്ച് ഈ രാമലക്ഷ്മണന്മാരെ കാണുന്നത്. ആദ്യമായിട്ട് ഹനുമാൻ രാമനെ ദർശിക്കുന്നത് ഇവിടെ വെച്ചാണ്. സുഗ്രീവാജ്ഞ കേട്ട് ഹനുമാൻ ഈ സംഭവങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട്, ചാരന്മാര് വന്നിരിക്കുന്നു, വേഷം മാറിയിട്ടെന്ന് മനസ്സിലാക്കിയിട്ട് സന്യാസ വേഷം ധരിച്ച് രാമലക്ഷ്മണന്മാരുടെ സമീപത്തെത്തുന്നു. വായുപുത്രൻ രാമൻ വന്ന കാര്യം ലക്ഷ്മണൻ വിശദീകരിച്ചു. അവിടെ വെച്ച് പറയുകയാണ്, രാജ്യവും പത്നിയും നഷ്ടപ്പെട്ട സുഗ്രീവനും രാജ്യവും പത്നിയും എല്ലാം നഷ്ടപ്പെട്ട ഈ ശ്രീരാമനും തുല്യ ദുഃഖിതരാണ്. സീതാന്വേഷണത്തിന് സുഗ്രീവനുമായിട്ട് സഖ്യം ചെയ്യുന്ന രംഗം. മാരുതി കൂട്ടിക്കൊണ്ടുപോയിട്ടാണ് സഖ്യം ചെയ്യുന്നത്. ശ്രീരാമനെ എടുത്ത് തോളിലേറ്റിക്കൊണ്ട് സുഗ്രീവന്റെ സമീപത്തെത്തിക്കുന്നു. ഹനുമാൻ പരിചയപ്പെടുന്ന രംഗം അതൊക്കെയാണ് ഇവിടെ. ഇതൊക്കെ പമ്പ സരസ്ഥലത്തിൽ വെച്ചിട്ടാണ്.
അതോ സന്തോഷായി? ഭാഗ്യമഹോ ഭാഗ്യം ഓർത്തോളമെത്രയും ഭാസ്കര വംശ സമുദ്ഭവന്മാരായ രാമനും ലക്ഷ്മണനാകുമനുജനും കാമധാരാർത്ഥം ഇവിടെ കെഴുന്നള്ളി. ഇവിടെ വെച്ചിട്ടാണ് പരിചയപ്പെടുന്നത്. രാമൻ എന്നെന്നുടെ നാമം ദശരഥ ഭൂമിപാലേന്ദ്രതനയൻ ഇവൻ മമ സോദരനാകിയ ലക്ഷ്മണൻ. കേൾക്ക നീ ജാതമോദം പരമാർത്ഥം മഹാമതേ. ജാനകിയാകിയ സീതയെന്നുണ്ടൊരു മാനിനി എന്നുടെ ഭാമിനി കൂടവേ. താതനിയോഗേന കാനന സീമനിയാതന്മാരായി തപസ്സു ചെയ്തിടുവാൻ ദണ്ഡകാരണ്യേ വസിക്കുന്ന നാളതി ചണ്ഡനായോരു നിശാചരൻ വന്നുടൻ ജാനകീ ദേവിയെ കട്ടുകൊണ്ടിടിനാൻ. കാനനെ ഞങ്ങൾ തിരഞ്ഞു നടക്കുന്നു. അപ്പോൾ പറഞ്ഞു, ഹനുമാൻ സ്വാമി പറഞ്ഞു, സുഗ്രീവനാകിയ ആ ശ്രേഷ്ഠ വാനരൻ, വാനര രാജാവ് ഈ പർവ്വതത്തിന്റെ അഗ്രത്തിൽ വസിക്കുന്നുണ്ട്, ഉയരത്തിൽ കൊടുമുടിയിൽ വസിക്കുന്നുണ്ട്. മന്ത്രികളായ ഞങ്ങൾ 4 പേരുണ്ട്, സന്തതം കൂടെ പിരിയാതെ. ഇദ്ദേഹത്തിന്റെ ഏട്ടനായ ബാലി കപീശ്വരൻ ഉഗ്രൻ ആയിട്ടുള്ള അവനാണ്. ദുഷ്ടത കാട്ടി ഉഗ്രൻ ആട്ടിക്കളഞ്ഞു അവിടുന്ന് പുറത്താക്കിയിരിക്കുകയാണ്. എന്നിട്ട് ഇവിടെ അഭയം പ്രാപിച്ചിരിക്കുകയാണ്, വേറൊരു സ്ഥലമില്ലാത്തത് കൊണ്ട് എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ സുഗ്രീവന്റെ സമീപത്തേക്ക് ശ്രീരാമചന്ദ്രസ്വാമിയെ കൂട്ടിക്കൊണ്ടുപോകുന്നു. സീതയെ ആകാശമാർഗം കൊണ്ടുപോകുന്നത് ഏതാനും ചില വാനരര് കണ്ടതായിട്ട് നമ്മൾ ഓർമ്മിച്ചിട്ടുണ്ട്. ആ സമയത്ത് എന്തോ ചില സാധനങ്ങള് ഉത്തരീയത്തിൽ പൊതിഞ്ഞിട്ട്, അതായത് ഈ 2ാമത്തെ വസ്ത്രത്തിൽ പൊതിഞ്ഞിട്ട് താഴേക്ക് ഇട്ടുകൊടുത്തായിരുന്നു. സീത എറിഞ്ഞു കൊടുത്തിരുന്നു. പക്ഷെ കൂടുതൽ അവർ സൂക്ഷിച്ചു നോക്കി ഇതെന്താണ് സംഭവം എന്ന് മനസ്സിലാക്കുന്നതിന് മുമ്പ് രാവണൻ ലങ്കയിലേക്ക് കൊണ്ടുപോവുകയാണ് ചെയ്തത്. അവർ സൂക്ഷിച്ചു വെച്ച ആഭരണങ്ങൾ ഉണ്ടായിരുന്നു. രാമൻ അത് കാട്ടിക്കൊടുക്കുകയാണ്. ഇതുമായിട്ട് വല്ല ബന്ധമുണ്ടോ? അങ്ങയുടെ പത്നിയായിട്ട് ഇതിന് വല്ല ബന്ധമുണ്ടോ? ഏതോ ഒരാള് എന്തോ ഒന്ന് ആകാശത്തിലൂടെ പോകുമ്പോൾ താഴോട്ട് വീണതാണ് എന്നൊക്കെ പറഞ്ഞു. ഇതെങ്ങനെ കണ്ടതോടുകൂടിയിട്ട് ദുഃഖാർത്ഥനായിട്ട് രാമൻ വിലപിക്കുന്ന രംഗം, എന്നെ കണക്കെ പിരിഞ്ഞിതോ നിങ്ങളും തന്വങ്കിയാകിയ വൈദേഹിയോടയോ സീതേ ജനകാത്മജേ മമ വല്ലഭേ നാഥേ നളിന ദളായ ലോചനേ. ആഭരണങ്ങൾ നെഞ്ചോട് ചേർത്ത് വെച്ച് കരഞ്ഞു രാമൻ. വിങ്ങിപ്പൊട്ടിക്കരയുകയാണ്. എന്നെ കണക്കെ നിങ്ങളും പിരിഞ്ഞിതോ? ലക്ഷ്മണനും സുഗ്രീവനും സാന്ത്വനപ്പെടുത്തുന്ന വാക്കുകൾ പറഞ്ഞു. ശ്രീരാമനെ ഒന്ന് സാന്ത്വനപ്പെടുത്തി. ഈ സമയത്താണ് അഗ്നി ജ്വലിപ്പിച്ച് അഗ്നി സാക്ഷിയായി സഖ്യം ചെയ്യുകയാണ്. രാമ സുഗ്രീവ സഖ്യമാണ് ഇവിടെ. സുഗ്രീവൻ തന്റെ ചരിത്രം, ബാലിയുടെ ചരിത്രം എല്ലാം വിശദീകരിച്ചു കൊടുത്തു. വേണ്ടത്ര വിശ്വാസം
വന്നു. രാമൻ പ്രഭാവം അങ്ങനെ കാട്ടി, രാമപ്രഭാവം, ആ പ്രഭാവം കാട്ടി രാമൻ പരാക്രമം കാട്ടിക്കൊടുത്തു. സാലങ്ങളേഴും പിളർന്നു പുറപ്പെട്ടു, ശൈലവും ഭൂമിയും ഭേദിച്ചു, പിന്നെയും ബാണം ജ്വലിച്ചു തിരിഞ്ഞു വന്നാശുതൻ തൂണീരമൻപോടെ പൂക്കോരനന്തരം. ആ രാമന്റെ പ്രഭാവം ദാ ഇവിടെ എങ്ങനെ കാണിച്ചു കൊടുക്കുന്ന രംഗം സുഗ്രീവനും രാമനും തമ്മിലുള്ള പ്രതിജ്ഞ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ കിഷ്കിന്ധ കാണ്ഡത്തിലെ ആദ്യ ഭാഗങ്ങളിലൂടെ വിവരിക്കുന്ന രംഗമാണ് ഇവിടെ നമ്മൾ അനുസ്മരിക്കുന്നത്. രാമനെന്നുടെ നാമം ദശരഥ ഭൂമി ബാലേന്ദ്രതനയനിവൻ മമ സോദരനാകിയ ലക്ഷ്മണൻ കേൾക്ക നീ ജാതമോദം പരമാർത്ഥം മഹാമതേ. ജാനകിയാകിയ സീതയെന്നുണ്ടൊരു മാനിനി എന്നുടെ ഭാമിനി കൂടവേ താതനിയോഗേന കാനന സീമനി യാതന്മാരായി തപസ്സു ചെയ്തിടുവാൻ ദണ്ഡകാരണ്യേ വസിക്കുന്ന നാളതിച്ചണ്ടനായോരു നിശാചരൻ വന്നുടൻ ജാനകി ദേവിയെ കട്ടുകൊണ്ടിടിനാൻ. കാനനെ ഞങ്ങൾ തിരഞ്ഞു നടക്കുന്നു, കണ്ടീലവളെ ഒരിടത്തുമിന്നിഹ കണ്ടുകിട്ടി നിന്നെ. നീ ആരെടോ സഖേ ചൊല്ലിയിടുകെന്നതു കേട്ടൊരു മാരുതി ചൊല്ലിനാൻ കൂപ്പിത്തൊഴുതു കുതൂഹലാൽ. രാമനും സുഗ്രീവനുമായിട്ടുള്ള സഖ്യത്തിലെ ആ ഭാവം സന്തോഷത്തോടു കൂടി പറയുന്ന ചില രംഗം. വ്യഗ്രം കളക നീ ഭാസ്കര നന്ദന ഭാഗ്യമഹോ ഭാഗ്യമോർത്തോളമെത്രയും ഭാസ്കര വംശ സമുദ്ഭവന്മാരായ രാമനും ലക്ഷ്മണനാകുമനുജനും കാമദാരാർത്ഥം ഇവിടേക്കെഴുന്നള്ളി. സുഗ്രീവൻ പറയുന്നത് നാരീമണിയായ ജാനകി ദേവിയെ ആരാഞ്ഞറിഞ്ഞു തരുന്നുണ്ടു നിർണയം. ശത്രുവിനാശത്തിനടിയനൊരു മിത്രമായി വേല ചെയ്യാം തവാജ്ഞയാൽ. ഏതുമിതു നിരൂപിച്ചു ഖേദിക്കരുതാധികളൊക്കെ അകറ്റുവൻ നിർണയം. രാവണൻ തന്നെ സകുലം വധം ചെയ്തു ദേവിയെയും കൊണ്ടുപോരുന്നതുണ്ടു ഞാൻ. ഞാനൊരവസ്ഥ കണ്ടേനൊരു നാളതു മാനവവീര തെളിഞ്ഞു കേട്ടിടണം. മന്ത്രികൾ 4 പേരും ഞാനുമായി അചലാന്തേ വസിക്കുന്ന കാലമൊരു ദിനം പുഷ്കര നേത്രയായോരു തരുണിയെ പുഷ്കരമാർഗേണ കൊണ്ടുപോയാൻ ഒരു രക്ഷോപരൻ. അതു നേരം ആ സുന്ദരി രക്ഷിപ്പതിനാരുമില്ലാഞ്ഞു ദീനയായി രാമേതി മുറയിടുന്നോൾ തവ ഭാമിനി തന്നെ അവളെന്ന ദേവരു. ഉത്തമയാമവൾ ഞങ്ങളെ പർവ്വതേന്ദ്രോത്തമങ്കെ കണ്ട നേരം പരവശാൽ ഉത്തരീയത്തിൽ പൊതിഞ്ഞാഭരണങ്ങൾ അദ്രീശ്വരോപരി നിക്ഷേപണം ചെയ്താൾ.
ഞാനതു കണ്ടിങ്ങെടുത്തു സൂക്ഷിച്ചു വച്ചേൻ. അതു കാണണമെങ്കിലോ കണ്ടാലും ജാനകീ ദേവി തൻ ആഭരണങ്ങളോ മാനവവീരാ ഭവാനറിയാമല്ലോ എന്നു പറഞ്ഞതെടുത്തു കൊണ്ടുവന്നു മന്നവൻ തൻ തിരുമുമ്പിൽ വച്ചിടിനാൻ. അർണോജനേത്രനെടുത്തു നോക്കുന്നേരം കണ്ണുനീർ തന്നെ കുശലം വിചാരിച്ചു. എന്നെ കണക്കേ പിരിഞ്ഞിതോ നിങ്ങളും തന്വങ്കിയാകിയ വൈദേഹിയോടയ്യോ സീതേ ജനകാത്മജേ മമ വല്ലഭേ നാഥേ നളിന ദളായതലോചനേ രോദനം ചെയ്തു വിഭൂഷണ സഞ്ജയം ആധിപൂർവം തിരുമാറിൽ അമുഷ്ടിയും പ്രാകൃതന്മാരാം പുരുഷന്മാരെ പോലെ ലോകൈകനാഥൻ കരഞ്ഞു തുടങ്ങിനാൻ. ശോകേന മോഹം കലർന്നു കിടക്കുന്ന രാഘവനോടു പറഞ്ഞിതു ലക്ഷ്മണൻ. ദുഃഖിയായി കേതുമേ രാവണൻ തന്നെയും മർക്കട ശ്രേഷ്ഠ സഹായേന വൈകാതെ നിഗ്രഹിച്ചംബുജ നേത്രയാം സീതയെ കൈക്കൊണ്ടുകൊള്ളാം. പ്രസീദ പ്രഭോ ഹരേ പ്രസീദ പ്രഭോ ഹരേ പ്രസീദ പ്രഭോ ഹരേ. ത്വൽപാദപങ്കേരുഹസ്പർശകാരണാൽ ഇപ്പോൾ അതീവ സുഖവുമുണ്ടായി വന്നു. മിത്രാത്മജോക്തികൾ കേട്ടോരനന്തരം മിത്ര ദുഃഖേന സന്തപ്തനാം രാഘവൻ ചിത്തകാരുണ്യം കലർന്നു ചൊന്നാൻ. തവ ശത്രുവിനെ കൊന്നു പത്നിയും രാജ്യവും വിത്തവുമെല്ലാം അടക്കിത്തരുവൻ ഞാൻ. സത്യമിതു രാമഭാഷിതം കേവലം എന്നതു കേട്ടു ചിരിച്ചു രഘുത്തമൻ. തന്നുടെ തൃക്കാൽ പെരുവിരൽ കൊണ്ടതു തന്നെ എടുത്തു മേൽപോട്ടെറിഞ്ഞിടിനാൻ. ചെന്നു വീണു ദശയോജന പര്യന്തം എന്നതു കണ്ടു തെളിഞ്ഞു സുഗ്രീവനും തന്നുടെ മന്ത്രികളും. വിസ്മയപ്പെട്ടു നന്നെന്നു പുകഴ്ന്നവർ നന്നായി തൊഴുതു നിന്നീടിനാർ. പിന്നെയും അർക്കാത്മജൻ പറഞ്ഞിടിനാൻ. മന്നവ സപ്തസാലങ്ങളിവയല്ലോ ബാലിക്കുമൽപ്പിടിച്ചിടുവാനായുള്ള സാലങ്ങളേഴും. ഇവയെന്നറിഞ്ഞാലും വൃത്രാരിപുത്രൻ പിടിച്ചിളക്കുന്നേരം പത്രങ്ങളെല്ലാം കൊഴിഞ്ഞു പോമേഴിനും. വട്ടത്തിൽ നിൽക്കും ഇവറ്റെ ഒരമ്പെയ്തു പൊട്ടിക്കൽ ബാലിയെ കൊല്ലായി വരും ദൃഢം. സൂര്യാത്മജോക്തികൾ ഈ ദൃശം കേട്ടൊരു സൂര്യാന്വയോത്ഭുതനാകിയ രാമനും ചാപങ്കുഴിയെ കുലച്ചൊരു സായകം ശോഭയോടെ തൊടുത്തെയ്തരുളിടിനാൻ. സാലങ്ങളും വിളർന്നു പുറപ്പെട്ടു ശൈലവും ഭൂമിയും ഭേദിച്ചു. പിന്നെയും ബാണം ജ്വലിച്ചു തിരിഞ്ഞു വന്നാശുതൻ തൂണീരമൻപോടെ
പുക്കോരനന്തരം വിസ്മിതനായൊരു ഭാനുതനയനും സസ്മിതം കൂപ്പിത്തൊഴുതു ചൊല്ലിയിടിനാൻ. സാക്ഷാൽ ജഗന്നാഥനം പരമാത്മാവ് സാക്ഷിഭൂതൻ നിന്തിരുവടി നിർണയം. പണ്ടു ഞാൻ ചെയ്തൊരു പുണ്യഫലോദയം കൊണ്ടു കാൺമാനും എനിക്കു യോഗം വന്നു. ജന്മമരണ നിവൃത്തി വരുത്തുവാൻ നിർമ്മലന്മാർ ഭജിക്കുന്നു ഭവൽപദം. മോക്ഷതനായ ഭവാനെ ലഭിക്കയാൽ മോക്ഷമൊഴിഞ്ഞ് അപേക്ഷിക്കുന്നതില്ല ഞാൻ. മോക്ഷതനായ ഭവാനെ ലഭിക്കയാൽ മോക്ഷമൊഴിഞ്ഞപേക്ഷിക്കുന്നതില്ല ഞാൻ. മോക്ഷമൊഴിഞ്ഞ് അപേക്ഷിക്കുന്നതില്ല ഞാൻ. സുഗ്രീവന്റെ വാക്കുകള് ശ്രീരാമചന്ദ്രസ്വാമിയുടെ വാക്കുകളൊക്കെ മനസ്സിലാക്കി ഇവിടെ പ്രതിജ്ഞയെടുക്കുന്നു. അങ്ങനെ രണ്ടുപേരും പ്രഭാവം കാണിച്ചു കൊടുത്ത രംഗം, അങ്ങനെ മന്ത്രി പുങ്കവനായ ഹനുമാൻ സ്വാമിയുമായിട്ട് ആദ്യമായിട്ട് കാണുന്ന രംഗം, ആ ഹനുമാന്റെ പ്രഭാവം. ഹനുമാൻ കേവലം ഒരു വാനര ജീവിയലായിട്ടല്ല ഇവിടെ, പിന്നെ എല്ലാ പ്രഭാവങ്ങളും നിറഞ്ഞിരിക്കുന്ന രാമന്റെ പരമഭക്തനായിട്ട് ഇതാ ഈ കിഷ്കിന്ധാകാന്ഡത്തിന്റെ തുടക്കം മുതൽ നമുക്ക് കാണിച്ചു തരുന്നു. അങ്ങനെയുള്ള ഈ രാമായണത്തിലെ ഹനുമാൻ സ്വാമിയുടെ ശ്രീരാമസ്വാമിയുടെ ഇവര് രണ്ടുപേരുടെയും സമാഗമം, ഹനുമൽ രാമ സമാഗമം ഇവിടെ കാണിച്ചു തന്നു കിഷ്കിന്ധാകാന്ഡത്തിലൂടെ. ഇനി നമുക്ക് ആ ബാലി സുഗ്രീവ യുദ്ധം, അതിഗംഭീരമായിട്ടുള്ള യുദ്ധം, അതിനിടയിലുണ്ടായ ചില പ്രശ്നങ്ങൾ, അതായത് പറഞ്ഞ വാക്ക് പാലിക്കാൻ സുഗ്രീവന് സാധിക്കാതെ വന്നപ്പോൾ ആദ്യമൊക്കെ പറഞ്ഞു നോക്കി, അടവുകൾ മാറ്റി പ്രയോഗിക്കുമെന്നുള്ള അവസ്ഥയിലേക്ക് വന്നപ്പോൾ സുഗ്രീവൻ ഇറങ്ങി പുറപ്പെടുന്നത് സീത അതിഗംഭീരമായിട്ടുള്ള യുദ്ധം ഒക്കെ നടക്കും. അതൊക്കെയാണ് ഇനി അങ്ങോട്ടുള്ള ബാലിയുദ്ധം കഴിഞ്ഞു കഴിഞ്ഞാൽ. യുദ്ധത്തിന്റെ ആലസ്യത്തില് കഴിഞ്ഞുകൂടാതെ ആ പ്രത്യുപകാരം മറക്കുന്ന പൂരുഷൻ ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കലും എന്ന ലോകോക്തി പോലും ഇവിടെ പറഞ്ഞു കൊടുക്കേണ്ടുന്ന അവസ്ഥയിലേക്ക് എത്തി എന്നൊക്കെയുള്ള വിശേഷമാണ് ഇവിടെ നമുക്ക് പറഞ്ഞു തരുന്നത്. സ്വസ്തി പ്രജാഭ്യ പരിപാലയന്താം ന്യായേണ മാർഗേണ മഹിം മഹീശാഃ ഗോബ്രാഹ്മണേഭ്യ ശുഭമസ്തു നിത്യം ലോകാ സമസ്താ സുഖിനോ ഭവന്തു. വിശുദ്ധം പരം സച്ചിദാനന്ദരൂപം ഗുണാധാരമാധാരഹീനം വരണ്യം മഹാന്തം വിഭാന്തം ഗുഹാന്തം ഗുണാന്തം സുഖാന്തം സ്വയം ധാമ രാമം പ്രപദ്യേ. മംഗളം കോസലേന്ദ്രായ മഹനീയ ഗുണാബ്ധയേ ചക്രവർത്തി തനൂജായ സാർവഭൗമായ മംഗളം. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഹരേ രാമ ഹരേ രാമ
രാമ രാമ ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. നമസ്കാരം.